മുഴുവൻ പിന്തുണയർപ്പിച്ചുകൊണ്ടാണ് സഹോദരി സഹോദരന്മാരെ, ഭാഗമായി കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ മലപ്പുറത്ത് ആദ്യമായി തുടങ്ങിയ നമുക്കറിയാം. നമ്മുടെ സമരം ചെയ്യുന്ന ഈ സഹോദരി സഹോദരന്മാർ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണെന്നും അതിലൂടെ ചർച്ചകൾ നടത്തിയ ചർച്ച പറയാൻ ഈ ഒരു സത്യാവസ്ഥ കൂടെ നമുക്ക് കാരണം ലോകത്തെമ്പാട് പോയാലും നിങ്ങൾ നോക്കിക്കൊണ്ട് അമേരിക്ക അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പോയാലും എവിടെ ചെന്നാലും ഒരു മലയാളി നേഴ്സിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുന്നത് മലയാളി നേഴ്സിന്റെ അവരെ ആ സമൂഹത്തോടുള്ള അല്ലെങ്കിൽ അവരെ രോഗിയോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുന്നത്. ഇവരുടെ ജീവിക്കാനുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സമരം ചെയ്യുന്നത്. നമുക്കറിയാം ഈ പ്രശാന്തി ഹോസ്പിറ്റലല്ല നമ്മുടെ മലപ്പുറത്തെ എല്ലാ ആശുപത്രികളും എങ്ങനെയാണ് വളർന്നു വന്നതെന്ന്, എന്തിനു വേണ്ടിയാണ് വളർന്നത്. നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്ത സമൂഹമാണ് ഈ ആശുപത്രിയുടെ മാനേജ്മെന്റ് നമ്മൾ തിരിച്ചറിയണം. ഈ നഴ്സുമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഴ്സ് ചാർജ് എന്നും പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തിൽ വരുന്ന ഒരു നഴ്സ് ചാർജ് ഉണ്ട്. ഈ ചാർജ് എത്ര ശതമാനം അവർ ഈടാക്കുന്നു, അതിന്റെ 1% പോലും നമ്മുടെ നഴ്സുമാർക്ക് അവർ ശമ്പളമായി കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. നമുക്കറിയാം 2009-ലെ വേതന വ്യവസ്ഥകൾക്ക് മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലാകെ 24 ആശുപത്രികൾ മാത്രമാണ് അവർക്ക് അടിസ്ഥാന ശമ്പളം നൽകിക്കൊണ്ട് സമ്മതിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവൻ ആശുപത്രികളും നമുക്കറിയാം. മലപ്പുറത്ത് 70ഓളം ആശുപത്രികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 70 സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാര് 2500 തൊട്ട് 3500 തൊട്ട് 8000 വരെ മാത്രമാണ് 10-15 വർഷം. ഇതിനൊരു മാറ്റം വേണം. ഇവർക്ക് ജീവിക്കാനുള്ള ഒരു തുക മാനേജ്മെന്റ് പേ ഫിക്സ് കൊടുക്കണമെന്നുള്ള ആവശ്യമുള്ള ഈ സമരത്തിന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ എല്ലാ പിന്തുണയും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ